രാജ്യം ഒന്നടങ്കം ചർച്ച ചെയ്യേണ്ടിരുന്ന ഒരു അതീവ ഗൗരവപരമായ ഒരു വാർത്തയിലേക്കാണ് ഇന്ന് നമ്മൾ വിരൽ ചൂണ്ടുന്നത്. അതിർത്തിയിൽ ചൈനീസ് കടന്നുകയറ്റം ഇന്ത്യക്ക് വലിയ ഭീഷണിയായി തുടരുമ്പോൾ നാഗ്പൂരിലെ RSS ആസ്ഥാനത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾ സന്ദർശനം നടത്തിയിരിക്കുന്നു. BJP ഓഫീസിലും ഇവർ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ രഹസ്യ നീക്കങ്ങൾക്ക് പിന്നിലെ ദുരൂഹത എന്താണെന്ന് നമുക്ക് ഈ നിമിഷം ചർച്ച ചെയ്യേണ്ടതുണ്ട്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും ചൈനീസ് സൈന്യം പ്രകോപനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ധീരരായ സൈനികർ അതിർത്തിയിൽ കാവൽ നിൽക്കുമ്പോൾ ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്ന ഒരു രാജ്യത്തിന്റെ രാഷ്ട്രീയ പ്രതിനിധികൾ RSS ആസ്ഥാനത്തെത്തിയത് വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ചൈന പാകിസ്ഥാന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നിരിക്കവേ ഇന്ത്യയിലെ ഭരണകക്ഷിയുമായുള്ള ഈ ചങ്ങാത്തം ആരെ തൃപ്തിപ്പെടുത്താനാണെന്ന വലിയ ചോദ്യമാണ് ഇവിടെ ബാക്കിയാകുന്നത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾ നാഗ്പൂരിലെത്തി RSS നേതാക്കളുമായിട്ട് സംസാരിക്കുകയായിരുന്നു. തൊട്ടു പിന്നാലെ BJP ഓഫീസും അവർ സന്ദർശിച്ചു. വിദേശകാര്യ മന്ത്രാലയം പോലും കൃത്യമായ വിശദീകരണം നൽകാത്ത ഈ സന്ദർശനം എന്തിനായിരുന്നു? അതിർത്തി തർക്കം നിലനിൽക്കുമ്പോൾ ഇത്തരം രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതല്ലേ? ഇത്തരം ചോദ്യങ്ങൾ മനസ്സിലുരുത്തിരിയുമ്പോൾ BJPയും RSSും ഇതുവരെ ഈ വിഷയത്തിൽ കൃത്യമായ മറുപടി നൽകിയിട്ടേയില്ല എന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. രാജ്യത്തെക്കുറിച്ചും ചൈനീസ് ഭീഷണിയെക്കുറിച്ചും വാചാലരാകുന്നവർ തന്നെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾക്ക് രഹസ്യമായ ചുവപ്പ് പരവതാനി വിരിച്ചത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചു കളഞ്ഞു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്റർനാഷണൽ ഡിപ്പാർട്ട്മെന്റ് വൈസ് മിനിസ്റ്റർ സൺ ഹയാന്റെ നേതൃത്വത്തിലുള്ള 6 സംഘമാണ് കഴിഞ്ഞ ദിവസം BJP RSS നേതൃത്വങ്ങളുമായിട്ട് അതീവ രഹസ്യമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. കരസേനാ ദിനത്തിന് തൊട്ടു തലേന്ന് സൈനിക മേധാവി രാജ്യത്തെ അഭിസംബോധന ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഈ ദുരൂഹ നീക്കങ്ങൾ നടന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായത്. പാകിസ്ഥാൻ അതിർത്തിയിൽ നടത്തുന്ന ഓരോ നീക്കത്തിനും പിന്നിൽ ചൈനയുടെ പരോക്ഷ പിന്തുണയുണ്ടെന്നും ഇതിനെ നേരിടാൻ ഓപ്പറേഷൻ സിന്ദൂർ ശക്തമായി തുടരുകയാണെന്നുമാണ് സൈനിക മേധാവി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. സൈന്യം ഇത്തരത്തിൽ ജാഗ്രത പ്രഖ്യാപിച്ച അതേ സമയത്താണ് BJP ഓഫീസിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധികൾ എത്തിയതും മണിക്കൂറുകളോളം ചർച്ചകൾ നടത്തിയതും. BJP നാഷണൽ ജനറൽ സെക്രട്ടറി അരുൺ സിംഗ്, വിദേശകാര്യ വിഭാഗം കൺവീനർ വിജയ് ചൗദൈവാല എന്നിവരാണ് ചൈനീസ് സംഘവുമായിട്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തിയത്. BJP ഓഫീസിലെ ഈ കൂടിക്കാഴ്ച പുറത്തിറങ്ങിയത് വിവാദമായതോടെ പിന്നീട് സന്ദർശനം RSS ആസ്ഥാനമായ കേശവ് കുഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു. RSS സർക്കാരിവാഹ് ദത്രേയ ഹൊസബുള്ളയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചൈനീസ് പ്രതിനിധികളുമായിട്ട് ചർച്ച നടത്തിയത്. 2 മണിക്കൂറിലധികം നീണ്ട ചർച്ചയാണ് RSS ആസ്ഥാനത്ത് നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇതിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുവാനോ ചർച്ചാ വിഷയങ്ങൾ വെളിപ്പെടുത്തുവാനോ RSS സംഘം ഇതുവരെ തയ്യാറായിട്ടില്ല. ചൈനീസ് അംബാസിഡർ ഷു ഹിങ്ങോങ്ങും ഈ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു എന്നത് കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. കാശ്മീരിലെ ഷഹ്സാം താഴ്വാരയിൽ ചൈന അനധികൃതമായി നിർമ്മാണം നടത്തുകയും ആ പ്രദേശം ചൈനയുടേതാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ സന്ദർശനം രാജ്യസുരക്ഷയ്ക്ക് തന്നെ ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണ്. വിദേശകാര്യ മന്ത്രാലയവും സൈന്യവും ചൈനയുടെ അത്തരം അവകാശവാദങ്ങളെ ശക്തമായി തള്ളിക്കളയുമ്പോഴാണ് RSS ചൈനീസ് പ്രതിനിധികളുമായിട്ട് രഹസ്യ കൂട്ടുകെട്ടിൽ ഏർപ്പെടുന്നത്. BJPയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ വർഷങ്ങളായുള്ള ബന്ധത്തിന്റെ തുടർച്ചയാണിതെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. 2009ലും 2011ലും നിതിൻ ഗഡ്കരി അടക്കമുള്ള ഉന്നത BJP നേതാക്കൾ ചൈനീസ് ഭരണകൂടത്തിന്റെ അതിഥികളായി ചൈന സന്ദർശിച്ചിട്ടുള്ള ചിത്രവും ഇതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. സാധാരണഗതിയിൽ ഇത്തരം സന്ദർശനങ്ങൾ നയതന്ത്ര തലത്തിൽ സർക്കാരുകൾ തമ്മിലാണ് നടക്കാറുള്ളത്. എന്നാൽ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും സംഘടനയും നേരിട്ട് ചൈനീസ് ഭരണകൂടവുമായി ബന്ധം സ്ഥാപിക്കുന്നത് ദുരൂഹതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാക്കൾ വിദേശ പ്രതിനിധികളുമായും സമ്പർക്കം പുലർത്തിയാൽ ഉടൻ രാജ്യദ്രോഹ കുറ്റം ആരോപിക്കുന്ന BJP നേതാക്കളുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ചൈനീസ് ആപ്പുകൾ നിരോധിച്ചും ചൈനയോട് ശക്തമായ നിലപാടെടുക്കുന്നു എന്ന് പ്രസംഗിച്ചും ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ തന്നെ ചൈനീസ് ഭരണകൂടത്തിന് പിൻവാതിലൂടെ സ്വാഗതം നൽകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിർത്തിയിൽ നമ്മുടെ ജവാന്മാർ ശത്രുവിനെതിരെ കാവൽ നിൽക്കുമ്പോൾ ഡൽഹിയിലെ ശീതീകരിച്ച മുറികളിൽ RSS ആസ്ഥാനത്ത് ചൈനീസ് പ്രതിനിധികൾ വിരുന്നൊരുക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്.
ഷക്സാം താഴ്വരയിലെ ചൊല്ലിയുള്ള തർക്കത്തിൽ BJPയും RSSും തങ്ങളുടെ നിലപാട് ചൈനീസ് പ്രതിനിധികളെ അറിയിച്ചോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധത്തിന്റെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരുവാൻ കൃത്യമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. ഓർക്കുക, ചൈന വെറും ഒരു അയൽ രാജ്യമല്ല. പാകിസ്ഥാനെ സൈനികമായും സാമ്പത്തികമായും സഹായിക്കുന്ന ഇന്ത്യക്കെതിരെ എപ്പോഴും നിലകൊള്ളുന്ന രാജ്യമാണ്. ഭീകരവാദികളെ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാന് കൂട്ടുനിൽക്കുന്ന ചൈനയുമായി BJP എന്ത് ഡീലാണ് ഉറപ്പിക്കുന്നത് എന്നവർ ഉത്തരം തന്നേ മതിയാകൂ.